ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഫാമിലിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യാതെ പെൻഡിങ്ങിൽ വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു മോട്ടിവേഷനും പിന്നെ വേറെ കുറച്ച് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ കുറേ ദിവസമൊന്നല്ല, കുറച്ച് സമയമായി പെൻഡിങ്ങിലായിരിക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ AC റിമോട്ട് മിസ്സായിട്ട് കുറച്ച് കാലമായി. കാരണം അത് എങ്ങനെ മിസ്സായതാണ്, മിസ്പ്ലേസ്ഡ് ആയതാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കും ഇവിടെ എവിടെയോ കാര്യത്തിലെടുത്ത് വെച്ചതാണ്, പക്ഷെ അത് ഇപ്പോൾ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ താഴെയുള്ള ഒന്ന് രണ്ട് റിമോട്ടുമായിട്ട് ഈ ഒരേപോലെ തന്നെയാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞങ്ങൾ ഇവിടെ റൂം എപ്പോഴും റെഗുലറായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് എങ്ങോട്ടും മാറ്റി വെച്ചതാണോ, പിന്നെ കുട്ടികളെ കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുമല്ലോ, അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ട് പോയതാണോ എന്നറിയില്ല. അപ്പോൾ ഇനി എവിടെയും നോക്കാനും ബാക്കിയില്ല, ഒരുവിധം എല്ലാ സ്ഥലത്തും നോക്കിന്. ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് എൻ്റെ റൂമിൽ ഈ കട്ടിലിൻ്റെ അടിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും സാധനങ്ങൾ പോവില്ല. കട്ടിലിൻ്റെ അടിയിൽ പഴയ കട്ടിലിൻ്റെ അടിയിലൊക്കെ പോകുന്ന പോലെ പോവില്ല. പക്ഷേ അതിൻ്റെ ഹെഡ് സൈഡിലൂടെ എന്ത് വീണ് കഴിഞ്ഞാലും ഉള്ളിലേക്കൊരു വലിയ ഗ്യാപ്പുണ്ട്, അവിടേക്ക് പോകും. അതിനൊരു ചാൻസും കൂടി ഇനി കാണുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കുറച്ച് കാലങ്ങളായിട്ട് പെൻഡിങ്ങിലുള്ള പണിയെടുക്കണം എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇമ്മ കുറേ ആയി എൻ്റെ അടുത്ത് പറയണത് അതൊന്ന് തപ്പി തിരഞ്ഞെടുക്ക്, AC കേടാണ് റിമോട്ടില്ലാതെ ഓപ്പറേറ്റ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ എന്താ ചെയ്യുക, ഞാൻ വിചാരിക്കും അത് പെട്ടെന്ന് കിട്ടുന്നു, പക്ഷേ എന്താ അറിയില്ല, അത് കിട്ടിയില്ല. ഏതായാലും ആ ക്ലീനിങ് നടന്നു എന്നല്ലാതെ എനിക്ക് സാധനം എന്തായാലും കിട്ടിയില്ല. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ താഴെ കിടക്കുന്നത് ഈ ടോയ്സിൽ തന്നെ ഉണ്ടാവില്ല, കുട്ടികൾക്ക് നമ്മൾ കിച്ചൺ ടോയ്സും ഈ ബാർബി ടോയ്സൊക്കെ വാങ്ങുമ്പം ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള സാൻഡ്വിച്ച്, കപ്പ് കേക്ക്, അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഓരോരോ ചെറിയ മൂടികളോ അല്ലെങ്കിൽ കളർ പെൻസിൽ അങ്ങനെയുള്ള എന്തൊക്കെയോ ഒന്ന് രണ്ട് മൂന്നാല് കാര്യങ്ങളാണ് ഇതിൻ്റെ അടിയിലുള്ളത്. പിന്നെ കുറച്ച് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഏരിയ അല്ലാത്തതിൻ്റെ ഒരു മാറാലുണ്ടാവുമല്ലോ, ആ മാറാലും അത്രേ അതിലുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ റിമോട്ട് തപ്പിപ്പോയാൽ ഞാൻ കുറേ പണിയെടുത്തിരുന്നു അതൊന്ന് ശരിയാക്കാൻ. റിമോട്ടില്ല, ബാക്കിയെല്ലാം നടന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചില സാധനങ്ങൾ ഇങ്ങനെ മിസ്സായാൽ അങ്ങനെയാണല്ലോ, നല്ലപോലെ എടുത്തു വെച്ചതായിരിക്കും, പക്ഷേ എങ്ങനെ നോക്കിയാലും പിന്നെ കാണൂല, എവിടെ നോക്കിയാലും കാണൂല. അങ്ങനെ മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നല്ലപോലെ എടുത്തു വെക്കുന്നതാണ്, പക്ഷേ എങ്ങനെ തപ്പി നോക്കിയാലും ആ സാധനം പിന്നെ നമ്മൾ കാണൂല. പിന്നെ എപ്പോഴെങ്കിലും കുറേ കാലം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും തപ്പുമ്പോഴായിരിക്കും പിന്നെയെങ്കിലും കിട്ടാണ്ട്. പിന്നെ ഇത് മറ്റേ എല്ലാ പാർട്സും നമുക്ക് മാറ്റിയിട്ട് സ്ക്രൂയിൻ ചെയ്യുന്ന അങ്ങനത്തെ കട്ടില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈനൊന്നും ഞാനൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ആ മുകളിലുള്ള വലിയ പീസ് ഉണ്ടാവുമല്ലോ, അതും മാത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. അതന്നെ കുറച്ച് പണിയുണ്ട്. അതിലത്തെ ബെഡും എടുത്ത് പൊന്തിക്കാൻ നല്ല പണിയുണ്ട്. പിന്നെ ഒരുവിധം ഞാൻ ആ റൂമൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തിട്ട് അവിടേക്ക് ചാരി വെച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു, അവിടെ ഇല്ലയെന്നും മനസ്സിലായി. ഇനി വേറെ എവിടെയെങ്കിലും ഈ റൂമിലേ ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഒന്നും കൂടി ഒന്ന് തപ്പണം. കാരണം ഈ ഒരേപോലത്തെ റിമോട്ട് ആകുമ്പം തന്നെ ഇത് നമ്മളിങ്ങനെ എടുത്തു നോക്കുമല്ലോ. ഇനിയിപ്പോൾ താഴെ ഇമ്മൻ്റെ റൂമിലൊക്കെ എവിടെയെങ്കിലും പെട്ട് കിടക്കുന്നുണ്ടോ, രണ്ട് റിമോട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇല്ല, അവിടെ ഒന്നും ഇല്ല, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇല്ല എന്നറിയാം. ഇനി ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. എന്തായാലും ആ പണി ഇന്ന് നടന്നിട്ടില്ല, റിമോട്ട് കിട്ടിയിട്ടില്ല, ബാക്കിയൊക്കെ നടന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ട് ഇനിയിപ്പം വേറെ ഇതേപോലെയുള്ള കുറച്ചും കൂടി പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ രാവിലെ തന്നെ ഞാൻ ഇന്നതും മനസ്സിൽ വിചാരിച്ച് എണീച്ചതാണ്. അപ്പോൾ വേറെ കുറേ പരിപാടികളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, രാവിലെ തന്നെ തീർത്ത്. നമ്മളെ ഡെയിലി പരിപാടികൾ ഉണ്ടാവുമല്ലോ, കുളിക്കലും രാവിലത്തെ റുട്ടീനും കാര്യങ്ങളൊക്കെ, അതൊക്കെ രാവിലെ തന്നെ ചെയ്ത് തീർത്ത് വെച്ചിട്ടാണ് ഇതിന് മെനക്കെട്ടത് കേട്ടോ.
അപ്പം പിന്നെ ഇന്ന് അതിമോളാണെങ്കിൽ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, സ്കൂളിൽ പോയിട്ടില്ല. എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണ നോക്കണ്ട, ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട്. ചെറുതായിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പനികളുണ്ട്. അപ്പം ഞാനിന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ വീണ്ടും പനി കൂടുക എന്നല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞയച്ചില്ല. ഇനിയിപ്പോൾ അടുത്തൊരു പെൻഡിങ്ങിലായിരിക്കണ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇമ്മക്ക് അൽമാറയ്ക്ക് തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് മറന്നുപോയി വിചാരിച്ചിട്ട് അലക്കിക്കാണ്ട് 2-3 ബ്ലാങ്കറ്റ്, 2 ബ്ലാങ്കറ്റ് കേട്ടോ, 3 2 ബ്ലാങ്കറ്റ് പുറത്ത് വെച്ചിന്. ഈ ബ്ലാങ്കറ്റ് ഭയങ്കര കട്ടിയുള്ള ബ്ലാങ്കറ്റിൻ്റെ അറ്റത്തുണ്ടാവുമല്ലോ, എന്താണ് അവർ ലേസ്, ലോക്ക് ചെയ്യുന്ന ലേസ്, ആ ലേസ് 1-2 ഉറക്കിൻ്റെ സ്ട്രോങ് കൊണ്ടായിരിക്കും, ചവിട്ടലിന് കുത്തലിന് സ്ട്രോങ് കൊണ്ടായിരിക്കും തുന്നു വിട്ടു പോന്നിട്ടുണ്ട്. അപ്പോൾ ആ തുന്നു വിട്ടതൊക്കെ ഒന്ന് തുന്നി പിടിപ്പിക്കാൻ പറഞ്ഞിനി. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇമ്മ എന്നെ എന്നാട്ടോ അപ്രോച്ച് ചെയ്യുക. കാരണം ഈ തുന്നുക അങ്ങനെയുള്ള ചില അൽത്തുകുലത്ത് പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര ഇഷ്ടമുള്ളതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ മടിയില്ല. അപ്പം ഞാനതെന്തായാലും ചെയ്തോളും, എപ്പോഴെങ്കിലും ആയാലും ചെയ്യും. അപ്പോൾ ആ ഒരു പണി ഇമ്മ എന്നെ ഏൽപ്പിച്ചതാട്ടോ. അപ്പം ഞാൻ അതിനുള്ള സൂചിയും, കട്ടിയുള്ള വലിയ സൂചി ഉണ്ടല്ലോ അതില്ലേനു, സൂചിയും ഒരു മറൂൺ കളറ് 2 ബ്ലാങ്കറ്റുക്കും മാച്ച് ആവുന്ന രീതിയിൽ ഒരു കോമൺ കളറ് നൂലൊക്കെ വാങ്ങിയിട്ട് തുന്നാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ബേസിക്കലി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇഷ്ടമാണ്. തുന്നൽ, അതേപോലെ നടക്കൽ, അതൊക്കെ ചിലപ്പോൾ എന്താണ് എല്ലാവരും ഞാൻ പറയുന്നില്ല, ഇപ്പോഴുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ വേഗം കുറഞ്ഞ സ്ഥലത്തേക്കൊക്കെ വണ്ടിയിൽ പോകാമെന്നാണല്ലോ തോന്നുക. അങ്ങനെ ഞാൻ ചെയ്യായി ഒന്നുമില്ല കേട്ടോ, അടുത്താണെങ്കിലും ചിലപ്പോൾ വണ്ടിയിലൊക്കെ പോകും. പക്ഷേ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങാടിക്ക് പോവുകയാണെങ്കിൽ എനിക്ക് മോസ്റ്റ്ലി പ്രിഫർ ആവുന്നത് നടന്നു പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നടന്നാൽ പോരെ എന്നുള്ളതുള്ളൊരു തോന്നൽ വരും. പക്ഷെ ഞാനതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ നടക്കണേ എത്ര പണിയുണ്ട് എന്നുള്ളൊരു, എന്തിനാപ്പാ നടക്കണത്, ഇവിടെ എല്ലാവരും വണ്ടിയിൽ പോകുന്നതല്ലേ എന്നുള്ള പോലെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് നടക്കുന്നതിലൂടെ മടി തോന്നലില്ല കേട്ടോ. അതിൻ്റെ അമ്മ പറയും, എനിക്ക് പപ്പൻ്റെ അമ്മ അങ്ങനെയാണ്, ഒരുവിധം സ്ഥലത്തേക്കൊക്കെ നടന്നു പോകാൻ ഇഷ്ടമുള്ള ആളാണ്, നല്ലോണം നടക്കും എന്ന് പറയും. ആ ഒരു ഇത് കിട്ടിയതാണെന്ന് പറയും. അതേപോലെ തന്നെ തുന്നലും, ഞാൻ തുന്നിയാണ്ട് ഒരുപാട് സാധനം ഉണ്ടാക്കിയേ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ചെയ്യേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യേ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ, ചെയ്തിട്ടുമില്ല. വലിയ അങ്ങനെ ഷോ ചെയ്യാൻ മാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തുന്നിനേനൊരു മടിയോ അങ്ങനെയൊന്നുമില്ല. എനിക്കതൊക്കെ ഒരു ചെറിയൊരു തരം ഹോബിയാണ്, ഇഷ്ടമാണ്, മടിച്ച് ചെയ്യുന്ന ഒരു പണിയല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും കുറച്ച് പണി ഉണ്ടായിരുന്നു. ഇത് ഒരു ബ്ലാങ്കറ്റ് നല്ലോണം പൊട്ടിയിട്ടുണ്ടായിരുന്നു, മറ്റേതൊരു ചെറിയ പൊട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെയെങ്കിലും തീർത്തു. സ്വന്തമായിട്ടിരുന്ന് തള്ളു പറയണ പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ആമസോൺ ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നു. അതൊക്കെ ഇങ്ങനെ 1-2 വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് വലിയ സാധനമാണ്. ഇതിപ്പോൾ വന്നത് ട്രോളിയാണ് കേട്ടോ, നമ്മൾ വലിയ ട്രോളി ബാഗ് ഉണ്ടാവുമല്ലോ, അതാണ് വന്നത്. ആ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സമയമായിട്ടോ, നല്ല ടൈം എടുത്തിരുന്നു 2 പണിക്കും. സമയപ്പോഴത്തേനും ഉച്ചയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇത് അനിയത്തിൻ്റെ മോനാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കുള്ളത് എന്താ വെച്ചാൽ ഓൺലൈൻ ക്ലാസ് എടുക്കാണ്ട്. ഇന്ന് ഉച്ചൻ്റെ ശേഷം എനിക്ക് 2 ക്ലാസ് എടുക്കാണ്ട്. ഞാൻ 2-3 പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ച ആമസോണിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം. കാരണം അത് ഇങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള സാധനങ്ങളായിരിക്കും. പോരാത്തതിന് നല്ല പ്രൈസ് ഡിഫറൻസും കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ആ ടൈമിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വെച്ചത്. ഒന്നെന്ന് പറഞ്ഞാൽ ട്രോളി ബാഗാണ്. അത് ഒരു പാക്ക് ഓഫ് 3 വരുന്ന സെറ്റ് ഉണ്ടാവുമല്ലോ, സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെ വരുന്ന ഒരു ട്രോളി ബാഗിൻ്റെ സെറ്റും, പിന്നെ കുറച്ച് വെസലും, പിന്നെ അതേപോലെ ഒരു പാക്കിംഗ് ഐറ്റം തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ട്രോളി ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഫാരി ബ്രാൻഡിൻ്റെ ട്രോളി ബാഗാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ വെയ്റ്റ്ലെസ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു.
ടോട്ടൽ 3 കളർ വേരിയൻ്റാണ് ഉണ്ടായിരുന്നത്. ഒരു ഡസ്റ്റി ഗ്രീന്, ഒരു ഓഷ്യൻ ബ്ലൂ, പിന്നെ ഒരു ബ്ലാക്ക്. മൂന്നിലും ഒരു 100 റുപ്പീസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയൻസ് കാണിക്കുന്നുണ്ട്. നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒറിജിനൽ പ്രൈസുമായിട്ട്. സഫാരി ട്രോളി ബാഗിൻ്റെ ആക്ച്വൽ പ്രൈസ് ആമസോണിൽ കാണിക്കുന്നത് 30,355, 30,000 കേട്ടോ. അതിൽ 85% ഡിസ്കൗണ്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 4,699 അങ്ങനെ എന്തോ ഒരു റേഞ്ചിലാണ് കേട്ടോ. അത്രയും പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി വെയ്റ്റ്ലെസ് ബാഗ്. പിന്നെ ഡസ്റ്റി ഗ്രീന് നല്ലൊരു കളറാണ്, ബ്ലാക്കും അല്ല എന്നാൽ കുറച്ച് ക്ലാസ് കളറും ആയിരുന്നു. പിന്നെ ഇതിലെ കമ്പാർട്ട്മെൻറ്റ്സൊക്കെ ഒരു സൈഡ് സിബ് ലോക്ക് തുറന്നു കഴിഞ്ഞാൽ സിബുള്ളതും പിന്നെ മറ്റേ സൈഡ് സ്ട്രാപ്പുള്ള ലോക്കുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 ബാഗും ഒരേപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും. സൈഡിൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, നമ്പർ ലോക്കിംഗ് ആണ്, വിത്ത് കീ ഇന്നായി കിടക്കുന്ന നമ്പർ ലോക്കിംഗ് ആണുള്ളത്. ബാഗൊക്കെ നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്കതിൻ്റെ പുറത്തുള്ള ആമസോണിൻ്റെ പാക്കിംഗ് ഉണ്ടായിരുന്നല്ലോ, അതെനിക്ക് കുറച്ച് മോശമായിട്ടാണ് തോന്നിയത്. കാരണം സ്ട്രെയിറ്റ് ബാഗാണ്, സ്ട്രെയിറ്റായിട്ട് ഓപ്പൺ ചെയ്ത ബാഗ് തന്നെയായിരുന്നു. ഒരു ചെറിയ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ ഉണ്ട് എന്നല്ലാതെ ഒന്നുമില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഒരു കുഞ്ഞ്, അത്ര വിസിബിൾ അല്ല, സ്ക്രാച്ച് പോലെ പുതിയ ട്രോളിക്ക് തന്നെ ഉണ്ട്. പിന്നെ എന്താ പുറമേയുള്ള കാർട്ടൂൺ ബോക്സും നല്ല രീതിയിൽ പൊട്ടി പൊളിഞ്ഞിട്ടാണ് വന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഡെലിവറി ചെയ്ത ആളും അത്ര നീറ്റായിട്ടല്ല ഡെലിവറി ചെയ്തത്, ഒരു വലിച്ചിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെ കുറച്ചൊരു വൃത്തികേടുണ്ടായിരുന്നു. അല്ലാത്തത് നോക്കുകയാണെങ്കിൽ വലിയ ഉള്ളിലുള്ള ബോക്സസിനൊന്നും വലിയ ഡാമേജസ് ഒന്നും വന്നിട്ടില്ല. നല്ല വൃത്തിയിൽ തന്നെ ബബിൾ റാപ്പ് ചെയ്തതുകൊണ്ടായിരിക്കും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദ് ബ്രാൻഡിൻ്റെ കുക്ക് വെയർ സെറ്റ്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു 4 പീസ് കുക്ക് വെയർ സെറ്റാണ്. അതിൽ സോസ് പാന്, സോസ് പോട്ട്, ഫ്രൈ പാന്, അതേപോലെ തന്നെ ഒരു കടായി, അതുമാണ് ഉണ്ടായിരുന്നത്. 4 പീസ് സെറ്റ്. അതിൽ 3 പീസിന് ലിഡും ഉണ്ട്. പിന്നെ ഈ ഫ്രൈ പാനും അതേപോലെ തന്നെ കടായിക്കും സെയിം ലിഡായിട്ടാണുള്ളത് കേട്ടോ. നല്ല സ്റ്റീൽ വെസൽസാണ്. അതിൽ ഓരോ വെസലിൻ്റെയും അടിഭാഗം നല്ല കട്ടിയുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും ചീത്തയായി പോകുന്ന വെസൽസ് അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വെസൽ തന്നെയായിരുന്നു. ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, കണ്ടോക്കുക. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒറിജിനൽ പ്രൈസ് 4,250 ആണ്. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് 28%, 26% ഡിസ്കൗണ്ടുകളും. അതിൽ എൻ്റെ അനിയത്തിക്ക് കുറച്ചൊക്കെ ഇങ്ങനത്തെ സാധനം വാങ്ങി പരിചയമുണ്ട്. അവൾ പറയുന്നുണ്ട് വലിയ ഡിസ്കൗണ്ട് ഒന്നും ഇല്ല, പിന്നെ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് വാങ്ങാൻ നിന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ വാങ്ങുമ്പം 2,980 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. വിനോദ് ബ്രാൻഡ് ഈ കുക്ക് വെയർ സെറ്റിന് ഒരു 24 മന്ത് വാറൻറ്റി, 1 ഇയർ വാറൻറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കാണുന്ന സോസ് പോട്ട് ഒരു 2-3 ആൾക്കാർക്കൊക്കെ ഉള്ളൊരു ബിരിയാണിയോ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റിയ ഒരു വൈഡാണ് ഇതിനുള്ളത്. പിന്നെ അതേപോലെ തന്നെ കടായിയും ഭയങ്കര വൈഡില്ല, പക്ഷേ കുറച്ച് ഡെപ്ത് ഉണ്ട് വെസലിനൊക്കെ, അങ്ങനെയാണുള്ളത്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കുറേ കാലമായി ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് വെർത്തായിട്ടുള്ള വെസൽസ് വാങ്ങണം, ഒന്നല്ലെങ്കിൽ അയൺ ടൈപ്പ് വാങ്ങണം, അല്ലെങ്കിൽ കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റീൽ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കിങ്ങിനൊക്കെ യൂസ്ഫുൾ ആവുന്ന വാക്യൂം സ്റ്റോറേജ് ബാഗാണ്. അതിലതിൻ്റെ ബിഫോറും ആഫ്റ്ററും ഒക്കെ പറയുന്നുണ്ട്. അതിലുള്ളത് ലാർജ് സൈസിലുള്ള 3 വാക്യൂം സ്റ്റോറേജ് ബാഗാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രീ ഹാൻഡ് പമ്പും കിട്ടുന്നുണ്ട്. ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അത്യാവശ്യം നല്ലോണം ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്. ഇതിൽ പല കോംബോ ഉണ്ട്. 2 സ്മോൾ, 2 മീഡിയം, 2 ലാർജ്, അങ്ങനെ പല കോമ്പിനേഷനിലും ഈ പാക്ക് അവൈലബിൾ ആണ്. സ്മാർട്ട് സേവർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു നോഡുണ്ട്, നമുക്ക് എയർ വലിച്ചെടുക്കാനുള്ള ഒരു നോഡ്, അതേപോലെ തന്നെ ഹാൻഡ് പമ്പ് യൂസ് ചെയ്യാനുള്ള നോഡാണത്. ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിന്. അതുകൊണ്ട് അത്ര വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല ഇത് യൂസ് ചെയ്തെടുക്കാനും. പിന്നെ ഇത് ഞാൻ ചെയ്ത് കാണിക്കാത്തത് പാക്കിംഗ് ഒക്കെ ചെയ്യേണ്ട അവസരം വരുമ്പോൾ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഇപ്പം വെറുതെ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വാക്യൂം സ്റ്റോറേജ് ബാഗിന് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റും അതേപോലെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും 3 സാധനങ്ങളാണ് ഞാൻ ആമസോണിൽ നിന്ന് ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവും. ഞാനിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മടികൾ മാറ്റാനും അതേപോലെ തന്നെ നല്ല നല്ല ക്ലാസ്സിനെ പറ്റിയും അതേപോലെ തന്നെ കുറച്ച് പർച്ചേസ്, അതായത് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പർച്ചേസിനെ പറ്റിയും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ടും വരാൻ നോക്കാം. ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.